തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് വളപ്പിൽ മാലിന്യ കൂമ്പാരം. വിവിധ ഭാഗങ്ങളിൽ തള്ളിയ മാലിന്യങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളം കൊതുക് വളർത്തു കേന്ദ്രമായി മാറി പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുകയാണ്. തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ നിരവധി വകുപ്പ് ഓഫീസുകളും മിനി സിവിൽ സ്റ്റേഷൻ, സബ് ട്രഷറി, വില്ലേജ് ഓഫീസ്, റെയിൽവേ റിസർവേഷൻ കൗണ്ടർ തുടങ്ങിയവയും പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്, കടലാസുകൾ, ചാക്ക, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ തുടങ്ങിയവയ്ക്കൊപ്പം പുറമേ നിന്ന് തള്ളിയ മാലിന്യങ്ങളുമുണ്ട്. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കെട്ടിനിൽക്കുന്ന മഴവെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് വളർന്ന് പെരുകുന്ന സ്ഥിതിയാണ്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെ മഴക്കാല പകർച്ചവ്യാധി വ്യാപന ഭീഷണി നിലനിൽക്കെ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി വരുന്നതിനിടയിലാണ് പ്രധാന സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അപകടകരമായ രീതിയിൽ മാലിന്യ കൂമ്പാരമുള്ളത്. മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും പരിസര ശുചിത്വത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്ന സർക്കാർ സംവിധാനം തന്നെ ഇത്തരത്തിൽ അലംഭാവം കാണിക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയരുകയാണ്. നമ്മുടെ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന്റെ കോമ്പൗണ്ടിനകത്ത് റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന്റെയും പഴയ വില്ലേജ് ഓഫീസിന്റെ പിറകുവശത്തായിട്ട് അവിടെ ഒരുപാട് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൽ വെള്ളം നിറഞ്ഞ് കൊതുകുകളൊക്കെ വളർന്നു വന്ന് ഇപ്പം നമുക്ക് ആർക്ക് പോയാലും നമുക്ക് കാണാൻ കഴിയും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ അതിൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം പറയുമ്പോഴും നമ്മളെ ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് അത്തരത്തിലെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് അടിയന്തരമായി നീക്കം ചെയ്തുകൊണ്ട് വേണ്ടുന്ന നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യമായിട്ട് തളിപ്പറമ്പ് നഗരസഭയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമുക്കറിയാം, വെള്ളത്തിന്റെ മാലിന്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിലുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒക്കെ അശുദ്ധമായി വരുന്നതിന് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴേ വളരെ അതിന്റെ ഹെൽത്തിന്റെ ആളുകളടക്കം ഇത് പരിശോധിക്കേണ്ടതാണ്. ഇത് ഞാൻ അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയാണ്. അടിയന്തരമായും താലൂക്ക് ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം നീക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.